ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ് VFA വെബ് എന്നിവയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്താണ്, നമ്മൾ സ്മാർട്ട് സ്റ്റഡി നടത്തുക, കഠിനാധ്വാനം ചെയ്യുക. ഓക്കെ, സമയം വെറുതെ പാഴാക്കി കളയരുത്. നിങ്ങൾക്ക് പറ്റാവുന്നത്ര സമയം പഠിക്കുക. കാരണം പരീക്ഷ അടുത്തടുത്ത് വരികയാണ്. ഇതെപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ ജോലി എന്നൊരു ലക്ഷ്യം നമുക്ക് ഈ ഒരു വർഷമെങ്കിലും യാഥാർത്ഥ്യമാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ 2025 കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു വന്നിരുന്നത് അല്ലേ. 2025 മാർച്ച് ഏകദേശം തീർന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, ഒരു കുട്ടി സജസ്റ്റ് ചെയ്തൊരു, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ എടുക്കണമെങ്കിൽ പറയണം, കമൻ്റായിട്ട് പറയണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024-ലെ 25-ലെയും നോബൽ പ്രൈസ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2024-ലെ നോബൽ പ്രൈസ് അതാണെന്ന് എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുന്നതാണ് നോബൽ പ്രൈസ്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 2024-ലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2025 ഉടനെ വരും, ഞാൻ ചെയ്യാം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സമയം കളയണ്ട, തുടങ്ങാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 2024-ലെ നോബൽ പ്രൈസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. നമുക്കറിയാം ഈ നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? എല്ലാവർക്കും അറിയാം. ഏത് വർഷം മുതലാണ്? ഇവിടെ എഴുതാവേ, 1901-ലാണ്. ഓക്കെ, 1901-ലാണ് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? നമ്മുടെ ആൽഫ്രഡ് നോബലിന്റെ ചരമദിനമായിട്ടുള്ള ചരമദിനം അല്ലേ, ആൽഫ്രഡ് നോബലിന്റെ ചരമദിനം. ചിലവർക്ക് സംശയം ഉണ്ടാവും, ജന്മദിനമാണോ ചരമദിനമാണോ? സംശയമൊന്നും വേണ്ട. ആൽഫ്രഡ് നോബലിന്റെ ചരമദിനത്തിലാണ് എന്ത്, അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും എന്ത് കൊടുക്കുന്നത്, നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ. ആദ്യം ഇത് 5 വിഷയങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, മനസ്സിലായോ? 5 വിഷയങ്ങൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിലൊക്കെ. പിന്നീട് 1969-ല് എക്കണോമിക്സ്, എന്താണ്, എക്കണോമിക്സിന് കൊടുത്തു തുടങ്ങിയപ്പോൾ വിഷയങ്ങളുടെ എണ്ണം എത്രയായി? 6 എന്നായി. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ ഇപ്പോൾ നോബൽ പ്രൈസ് കൊടുക്കുന്ന വിഷയങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്ര വിഷയങ്ങൾക്കാണ്? 6 വിഷയങ്ങൾക്കാണ്. ഓക്കെ, 6 വിഷയങ്ങൾക്കാണ്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം 6 വിഷയങ്ങൾക്ക് നോബൽ പ്രൈസ് കൊടുക്കുന്നു എന്നറിയാം. അപ്പോൾ നമുക്ക് ഈ സ്വീഡൻ ആണ് ഇത് കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ നോബൽ പ്രൈസ് കൊടുക്കുന്ന സ്വീഡൻ അല്ലേ. അപ്പോൾ സ്വീഡൻ കൊടുക്കാത്ത ഒരു പ്രൈസ് ഉണ്ട്. അതായത് സ്വീഡന് പുറത്ത് നൽകുന്ന പ്രൈസാണ് സമാധാനം. സ്വീഡന് പുറത്ത് നൽകുന്നത് ഏത് കാറ്റഗറിക്കാണ് കൊടുക്കുന്നത്? സമാധാനത്തിനാണ്. അത് കൊടുക്കുന്നത് ആരാന്നറിയാവോ? നോർവേ പാർലമെന്റ് ആണ്. നോർവേ. ഓക്കെ, നോർവേ പാർലമെന്റ് ആണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കുന്നതെന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. ബാക്കിയുള്ളതെല്ലാം സ്വീഡനാണ്. എന്നാൽ സ്വീഡന്റെ പുറത്ത് കൊടുക്കുന്നത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണ്. അത് കൊടുക്കുന്നത് നോർവേ പാർലമെന്റ് ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊതുവായിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് നോക്കാം നോബലിനെ പറ്റി. ഓക്കെ, ഇവിടെ നോബൽ പ്രൈസ് നേടുന്ന ആദ്യത്തെ വനിത ആരാണ്? നോബൽ പ്രൈസ് നേടുന്ന ആദ്യത്തെ വനിതയാണ് നമ്മുടെ മേരി ക്യൂറി. ഓക്കെ, മേരി ക്യൂറി ഭൗതിക ശാസ്ത്രത്തില് അല്ലെ 2 തവണ എന്താണ് നോബൽ പ്രൈസ് നേടുന്ന ആദ്യത്തെ വ്യക്തി എന്ന് ചോദിച്ചാലും ആരെ പറയണം? മേരി ക്യൂറിയെ പറയണം. ഏതൊക്കെ വർഷങ്ങളാണെന്ന് അറിയാമോ? 1903, 1911. ഓക്കെ, ഈ 2 വർഷങ്ങളാണ് അവർക്ക് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ, അതായത് നോബൽ പ്രൈസ് കിട്ടുന്ന പ്രായം കുറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ മലാല യൂസഫ്സായി. 2014 അല്ലെ, കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം മലാല യൂസഫ്സായി നോബൽ പ്രൈസ് നേടി 2014. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല യൂസഫ്സായി. പ്രായം കൂടിയ വ്യക്തി അറിയണ്ടേ? പ്രായം കൂടിയ വ്യക്തി ആരാണ്? ജോൺ ബി ഗുഡ് ഇനഫ് ആണ്. അപ്പൊ നോബൽ പ്രൈസ് നേടുന്ന ആദ്യത്തെ വനിത മേരി ക്യൂറി ആണ്. പ്രായം കുറഞ്ഞ വ്യക്തി മലാല യൂസഫ്സായി ആണ്. പ്രായം കൂടിയ വ്യക്തി ജോൺ ബി ഗുഡ് ഇനഫ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോബൽ പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനെന്നോ ആദ്യ ഏഷ്യക്കാരനെന്നോ ചോദിച്ചാൽ അത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോറിനാണ് നോബൽ പ്രൈസ് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഏഷ്യക്കാരൻ എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടുന്ന ടാഗോറിനാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യത്തിനാണ് അല്ലെ. സാഹിത്യം ഏത് കൃതിക്കാണ്? ഗീതാഞ്ജലി. 1913-ലെ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ടാഗോറിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, ഇനി നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ. ഏത് വർഷമാണ്?
മദർ തെരേസയ്ക്ക് കിട്ടുന്നത് 1979-ലാണ്. അപ്പൊ ഇത്രയും ഒന്ന് അടിസ്ഥാനമായിട്ട് നമ്മൾ നോബലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2024 നോബൽ പ്രൈസ് ഫസ്റ്റ് സാഹിത്യത്തിന് കിട്ടിയത് ആർക്കാണ്? 2024 നോബൽ പ്രൈസ് സാഹിത്യത്തിൽ കിട്ടിയത് ആർക്കാണ്? ഹാൻകാങ്ങിനാണ്. ഹാൻകാങ്, ദക്ഷിണ കൊറിയയിലെ ഹാൻകാങ്, ദക്ഷിണ കൊറിയക്കാരിയാണ് അവര്. അവർക്ക് 2016 മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. എന്താണ് 2016 മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് ഏതാണ് കൃതി? ദ വെജിറ്റേറിയൻ എന്ന കൃതിക്ക് 2016 മാൻ ബുക്കർ പ്രൈസ് ആർക്ക് ലഭിച്ചു? ഹാൻകാങ്ങിന് ലഭിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ മറ്റ് കൃതികളാണ് ഹ്യൂമൻ ആക്ട്സ് യൂറോപ്പ. അപ്പൊ ഹ്യൂമൻ ആക്ട്സ് യൂറോപ്പ എന്ന് പറയുന്നത് ചെറുകഥയാണ്. ഇത് ചെറുകഥയാണ് കേട്ടോ, ചെറുകഥ. അപ്പോൾ ഹാൻകാങ്ങിന്റെ ഹ്യൂമൻ ആക്ട്സ് കൃതിയാണ്, യൂറോപ്പ എന്നത് ചെറുകഥയാണ്. ഓക്കെ, അതുപോലെ നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യ ഏഷ്യൻ വനിത കൂടിയാണ് ഇവര്. മനസ്സിലായോ? നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഈ ഹാൻകാങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം സാഹിത്യത്തിന് മനസ്സിലായി ഹാൻകാങ്ങിനാണ് കിട്ടിയത്. ദക്ഷിണ കൊറിയയാണ്. 2016 അവർക്ക് മാൻ ബുക്കർ പ്രൈസ് വെജിറ്റേറിയൻ എന്ന കൃതിക്ക് ലഭിച്ചു. അവരുടെ ഹ്യൂമൻ ആക്ട്സ് ഓർക്കുക, യൂറോപ്പ എന്ന ചെറുകഥ ഓർക്കുക, ആദ്യ ഏഷ്യൻ വനിതയാണെന്നും കൂടെ ഓർക്കുക. അടുത്ത കാറ്റഗറി സമാധാനമാണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ്. ജപ്പാനിലെ സംഘടനയായ നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ വേറൊരു പേരാണ് ഹിബാകുഷ എന്നും പറയും കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഹിബാകുഷ എന്നും പറയും. ഇനി ഇതിന്റെ പ്രതീകമാണ് പേപ്പർ ക്രെയിൻ ആണ് ഇതിന്റെ പ്രതീകം എന്ന് പറയുന്നത്. ഈ നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയുടെ പ്രതീകമാണ് പേപ്പർ ക്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ സമാധാനത്തിന് നിഹോൺ ഹിഡാൻക്യോ ജപ്പാൻ കേട്ടോ എന്ന സംഘടനയ്ക്കാണെന്ന് മനസ്സിലായി. സാമ്പത്തിക ശാസ്ത്രം പരമാവധി നോബൽ എത്ര പേർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ? 3 പേർക്ക് വരെ കൊടുക്കാൻ പറ്റും. എന്നാൽ മരണാനന്തരം കൊടുക്കാൻ പറ്റുമോ? മരണാനന്തരം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. എന്നാൽ അത് ഇപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ നോമിനേറ്റ് ചെയ്തു, നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് മരണാനന്തരം ഒരിക്കലും എന്ത് കൊടുക്കില്ല? നോബൽ പ്രൈസ് കൊടുക്കാറില്ല. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇനി അടുത്ത സാമ്പത്തിക ശാസ്ത്രത്തിന് 3 വ്യക്തികൾക്കാണ് കിട്ടിയത്. ആരൊക്കെയാണത്? ഡാരൻ അസിമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. ആരാണ്? ഡാരൻ അസിമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. പേര് കേട്ട് ആരും പേടിക്കണ്ട. 2-3 പ്രാവശ്യം ഒന്ന് നോക്കിയാൽ മതി, കിട്ടിക്കോളും കേട്ടോ. 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചാൽ മതി, കിട്ടിക്കോളും. അപ്പോ ഡാരൻ അസിമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് പുരസ്കാരം കിട്ടിയതെന്ന് അറിയാവോ? രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക അസമത്വം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് എന്ത് കിട്ടിയത്? ഈ 3 പേർക്ക് എന്ത് കിട്ടിയത്? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് നേടിയവർ ആരൊക്കെയാണ്? ഡാരൻ അസിമോഗ്ലു USA ആണ്, സൈമൺ ജോൺസൺ USA ആണ്, ജെയിംസ് റോബിൻസൺ 3 പേരും USA-ക്കാരാണ്. അപ്പൊ ഇങ്ങനെ പഠിക്കണം, ആർക്കൊക്കെ കിട്ടി, അവർ ഏത് രാജ്യക്കാരാണ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് PSC. നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നവരല്ലേ, നിങ്ങൾ പരീക്ഷ എഴുതുന്നവരല്ലേ, അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് വ്യക്തികളെയും പഠിക്കണം, രാജ്യവും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയല്ലോ, സാമ്പത്തിക ശാസ്ത്രം കിട്ടിയല്ലോ. അടുത്ത് നോക്കിക്കോളാം, ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ കിട്ടുന്ന 2 വ്യക്തികൾക്കാണ്. ആരാണ് ആ വ്യക്തികള്? ജോൺ ഹോഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്കാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത്. ജോൺ ഹോഫീൽഡ് ഏത് രാജ്യക്കാരനാണ്? USA-ക്കാരനാണ്. ജെഫ്രി ഹിൻഡൻ എന്ന് പറയുന്നത് കാനഡക്കാരനാണ്. ഓക്കെ അല്ലേ? അങ്ങനെ 2 പേർക്കാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ ഇത്രയും? അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, നമുക്ക് സാഹിത്യത്തിന് കിട്ടിയത് ഹാൻകാങ്ങിനാണ്, ദക്ഷിണ കൊറിയ. അതുപോലെ സമാധാനത്തിന് കിട്ടിയത് നിഹോൺ ഹിഡാൻക്യോ, ജപ്പാനിലെ നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് 3 പേർക്ക് കിട്ടി. ഡാരൻ അസിമോഗ്ലുവിനും സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ 3 പേരും USA-ക്കാരാണെന്ന് ഓർക്കുക. രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക അസമത്വം കണ്ടെത്തിയതിനാണ്, അതിന്റെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഭൗതിക ശാസ്ത്രത്തിന് കിട്ടിയത് ജോൺ ഹോഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. ജോൺ ഹോഫീൽഡ് USA ആണ്, ജെഫ്രി ഹിൻഡൻ കാനഡയാണ്. ഇത്രയും കിട്ടിയോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ ഭൗതിക ശാസ്ത്രം അല്ലെ, ഭൗതിക ശാസ്ത്രത്തിന്
ജോൺ ഹോഫീൽഡ്, അതുപോലെ ജെഫ്രി ഹിൻഡൻ അല്ലെ, ജോൺ ഹോഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്കാണ് കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞു. ഈ ജെഫ്രി ഹിൻഡൻ ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹമാണ് എഐയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്നത്. എന്താണ് എഐയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജെഫ്രി ഹിൻഡൻ ആണ് കേട്ടോ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി എടാ ഈ ഭൗതിക ശാസ്ത്രത്തിന് ഇവർക്ക് രണ്ടുപേർക്കും എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയതെന്ന് അറിയോ? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് വികസിപ്പിച്ചതിനാണ്. എന്താണ്? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് വികസിപ്പിച്ചതിനാണ് ഈ ജോൺ ഹോഫീൽഡിനും ജെഫ്രി ഹിൻഡനും നോബൽ പ്രൈസ് കിട്ടുന്നത് ഭൗതിക ശാസ്ത്രത്തിന്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിക്കുക, അടുത്ത രസതന്ത്രമാണ്. രസതന്ത്രത്തിന് 3 വ്യക്തികൾക്ക് കിട്ടിയായിരുന്നു. ആർക്കൊക്കെയാണത്? ഡേവിഡ് ബെക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. ആരാണ്? ഡേവിഡ് ബേക്കർ, ഡെമിസ്. ഡാ വെച്ച് കണക്ട് ചെയ്യാലോ. രസതന്ത്രം 2 പേരുണ്ട്, ഡേവിഡ് ഡാ വെച്ച്, ഡെമിസ് ഹസാബിസ്. ഓക്കെ, ഇനി ഒരാൾ ജോൺ എം ജമ്പർ ആണ്. നിങ്ങൾക്ക് ഓപ്ഷനിൽ കിട്ടിക്കോളും. അപ്പൊ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. ഡേവിഡ് ബേക്കർ USA കാരനാണ്, ഡെമിസ് ഹസാബിസ് ഇംഗ്ലണ്ടുകാരനാണ്, ജോൺ എം ജമ്പർ USA ആണ്. ഓക്കെ അല്ലേ? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് രസതന്ത്രത്തിന് പുരസ്കാരം കിട്ടിയത്, നോബൽ കിട്ടിയത്? എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണെന്ന് അറിയാമോ? 3 പേർക്കും 3 രീതിയിലാണ് കിട്ടിയത്. ഡേവിഡ് ബേക്കറിന് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണെന്ന് നോക്കിയേ. പ്രോട്ടീന്റെ ഘടനയും മറ്റും അടങ്ങുന്ന ഗവേഷണങ്ങൾക്ക് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ആർക്ക് കിട്ടിയത്? ഡേവിഡ് ബേക്കറിന് നോബൽ പ്രൈസ് കിട്ടിയത്. എന്താണ്? പ്രോട്ടീന്റെ ഘടനയും മറ്റും അടങ്ങുന്ന ഗവേഷണങ്ങൾക്ക് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തിയതിനാണ് നമ്മുടെ ഡേവിഡ് ബെക്കറിന് എന്ത് കിട്ടിയത്? രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത്. അടുത്തത് എഐയുടെ സാധ്യതകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രോട്ടീന്റെ ഘടനാ പ്രവചനം നടത്തി. ആര്? ഡെമിസും ജോൺ എം ജമ്പറും. അതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് 2 പേർക്കും പ്രൈസ് കിട്ടുന്നത്. മനസ്സിലായോ? നോബൽ പ്രൈസ് കിട്ടുന്നത് ഡെമിസ് ഹസാബിസ് അതുപോലെ തന്നെ ജോൺ എം ജമ്പറിനും കിട്ടുന്നത് എഐയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രോട്ടീന്റെ ഘടനാ പ്രവചനം നടത്തിയതിനാണ്. ഓക്കെ അല്ലേ? അപ്പൊ രസതന്ത്രം കിട്ടിയല്ലോ, സെറ്റ് ആയല്ലോ. 3 വ്യക്തികള്, ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൈദ്യശാസ്ത്രം നോക്കിക്കേ. എത്ര വ്യക്തികൾക്ക് കിട്ടി? 2 വ്യക്തികൾക്ക് കിട്ടി. വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും. ആരൊക്കെയാടാ? വിക്ടർ ആംബ്രോസ്, ഗാരി റോക്കിൻ. ഇങ്ങനെ 2 പേർക്കാണ് വൈദ്യശാസ്ത്രത്തിൽ കിട്ടിയത്. വിക്ടർ ആംബ്രോസ് USA കാരനാണ്, ഗാരി റോക്കിനും USA കാരനാണ്. ഓക്കെ അല്ലേ? അപ്പോ വിക്ടർ ആംബ്രോസ്, ഗാരി റോക്കിൻ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിന്റെ കണ്ടുപിടുത്തത്തിന്? ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനാണ്. എന്താണ്? ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റോക്കിനും വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, ഇത് എന്തിനും കൂടെ കാരണമായെന്ന് അറിയാമോ? എന്തിന്റെ കണ്ടുപിടുത്തത്തിന് കാരണമാകുന്നു? മൈക്രോ RNA. അപ്പോൾ ഇങ്ങനെ പ്രോട്ടീന്റെ അടിസ്ഥാന ഘടന വികസിപ്പിച്ചതിലൂടെ അവരെന്ത് കണ്ടെത്തുന്നു? മൈക്രോ RNA കണ്ടുപിടിക്കുന്നു. മനസ്സിലായോ? മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനും കൂടെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, വൈദ്യശാസ്ത്രത്തിന് ആർക്കൊക്കെയാണ് കിട്ടിയത്? വിക്ടർ ആംബ്രോസും ഗാരി റോക്കിൻ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിന്റെ കണ്ടുപിടുത്തമാണ്? ജീൻ പ്രവർത്തനം ശരീരത്തിലെ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനാണ്. ഓക്കെ അല്ലേ? അപ്പോ ഭൗതികശാസ്ത്രം നമുക്ക് ഒന്നുകൂടെ പറയാം. ഭൗതികശാസ്ത്രം ആർക്കൊക്കെയാണ്? ജോൺ ഹോഫീൽഡും ജെഫ്രി ഹിൻഡൻ. കാനഡയാണ് ജെഫ്രി ഹിൻഡൻ, ജോൺ ഹോഫീൽഡ് USA ആണ്. ഇതിൽ എഐയുടെ ഗോഡ് ഫാദർ ആരാണ്? ജെഫ്രി ഹിൻഡൻ ആണ്. എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് കിട്ടിയത്? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് വികസിപ്പിച്ചതിനാണ്. രസതന്ത്രത്തിന് 3 പേർക്ക് കിട്ടി. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. ഡേവിഡ് ബേക്കർ USA, ഡെമിസ് ഹസാബിസ് ഇംഗ്ലണ്ട്, ജോൺ എം ജമ്പർ USA. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഡേവിഡ് ബെക്കറിന് കിട്ടിയത്? പ്രോട്ടീന്റെ ഘടനയും മറ്റും അടങ്ങുന്ന ഗവേഷണങ്ങൾക്ക് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ്. ഓക്കെ, ഇനി എഐയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രോട്ടീന്റെ ഘടനാ പ്രവചനത്തിനാണ് ഡെമിസിനും ജോൺ എം ജമ്പറിനും കിട്ടിയത്. ദെൻ വൈദ്യശാസ്ത്രം ആർക്കൊക്കെ കിട്ടി? വിക്ടർ ആംബ്രോസ് USA, ഗാരി റോക്കിൻ USA. 2 പേരും USA കാരാണ്. ഇവർക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള 2024 നോബൽ പ്രൈസ് കിട്ടിയതെന്ന് മനസ്സിലാക്കുക. എന്തിന്റെ കണ്ടുപിടുത്തം? ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനാണ്. അതിലൂടെ മൈക്രോ RNAയുടെ കണ്ടുപിടുത്തവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2024 നോബൽ പ്രൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടി ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്ക് ചിലപ്പോൾ 2025 ഞാൻ നാളെ എടുക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ട് എടുത്തു തരാം കേട്ടോ. അപ്പോൾ ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 2025 നമ്മൾ ചെയ്തില്ല, 2024 മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 2025 ഞാൻ വേറെ ക്ലാസ്സിൽ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പേരുകൾ
ആവർത്തിച്ച് ഒന്നുമില്ലെങ്കിൽ ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ വായിച്ച് നോട്ട് എഴുതിയിട്ട് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ പ്രോത്സാഹനം. ഓക്കെ, ബൈ.